സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഓൾ. അപ്പൊ നമ്മൾ ഇക്ലൻസിന്റെ അടുത്തൊരു സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് പ്രസന്റേഷനുമായിട്ട് വന്നിട്ടുള്ളത് അനഘയാണ്. അപ്പോ എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ദെൻ അനഘ പ്ലീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഭാവന. ഓഡിബിൾ അല്ലേ? അതെ, കേൾക്കാണ്ട്. ഓക്കെ, അപ്പം ഹായ് ഓൾ. ഞാൻ ഇന്ന് ഒരു മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിട്ടുള്ളത്. ഞാൻ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി എന്നെങ്കിൽ പറയാം. 2019 നവംബർ 22 റിലീസ് ചെയ്തിട്ടുള്ള മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവിയാണ്. ആസാമീസ് മൂവിയാണത്. ആമീസ് എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു ആസാമി മൂവി ആണെങ്കിൽ പോലും മലയാളി പ്രേക്ഷകർക്കിടയിലും ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും ഭാസ്കർ ഹസാരിക എന്ന് പറയുന്ന വെരി റിനൗഡ് ഡയറക്ടറാണ്. അദ്ദേഹം നാഷണൽ അവാർഡ് ഫിലിം വിന്നറൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹത്തിന്റെ മൂവീസിൽ കൂടുതൽ ഈ ഒരു ഡാർക്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് തീംസ് ആണ് കൂടുതൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. ഈ ആമീസ് എന്ന് പറയുന്ന മൂവി അദ്ദേഹത്തിന്റെ വൺ ഓഫ് എന്താ പറയാ മോസ്റ്റ് നോട്ടബിൾ വർക്കാണ്. ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പൂനം ഡിയോളും ശ്യാം ബോറ എന്ന് പറയുന്ന രണ്ടുപേര് കൂടി ചേർന്നിട്ടാണ്. ഈ മൂവിയുടെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഒരു എന്താ പറയാ, ഈ മൂവി കണ്ടതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അതേപോലെ ഓവറോൾ ഒരു ത്രെഡ് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ 2019 ഇത് റിലീസ് ചെയ്യുന്നത്. ആ ഇയറിലെ ആസാം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മ്യൂസിക്, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ഓഡിയോഗ്രാഫി, സ്ക്രീൻ പ്ലേ, അങ്ങനെ പല കാറ്റഗറീസിലും എന്താണ് അവാർഡ് കരസ്ഥമാക്കാൻ ഈ മൂവിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിൽ ബെസ്റ്റ് ഡയറക്ടർക്കും ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസിനുള്ള അവാർഡും ഈ മൂവി കരസ്ഥമാക്കിയിട്ടുണ്ട്. മൊറോവർ ടിബെക്ക ഫിലിം ഫെസ്റ്റിവലിൽ ഈ മൂവി പ്രീമിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ മൂവിയുടെ എല്ലാ കാറ്റഗറിയിലും ബെസ്റ്റ് ഔട്ട്പുട്ട് ആണ് ഓൾ ദ ക്രൂ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മൂവി റിവോൾവ്സ് അറൗണ്ട് ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയും കൂടി ആയിട്ടുള്ള പ്രൊഫഷണലി പീഡിയട്രീഷ്യൻ ആയിട്ടുള്ള ഒരു സ്ത്രീ, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീ, നിർമാലി എന്ന് പറയുന്ന ഒരു സ്ത്രീയും, അതേപോലെ ഈ നോർത്ത് ഈസ്റ്റേൺ സൈഡ്സിൽ ആളുകൾ എങ്ങനെ മാംസം കഴിക്കുന്നു, ഐ മീൻ ഈ മീറ്റ് കഴിക്കുന്നു എന്നുള്ള ആ ഒരു ശീലങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു യുവ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു PhD സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു യുവ ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒരു പ്രണയമാണ് ഈ കഥയുടെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൺവെൻഷണൽ റിലേഷൻഷിപ്പ് അല്ല. സോഷ്യലി നോക്കുമ്പോൾ സൊസൈറ്റിയുടെ മുന്നിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇത് ഡയറക്ടർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേ ഉണ്ട്. അതാണ് ഈ ആമീസിനെ എപ്പോഴും എല്ലാ കാലത്തും വേറിട്ട് നിർത്തുന്നത്. ഇതിന് ഇവരുടെ പ്രണയം, ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവുന്നതും ഇവര് പ്രണയിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ആ ഇന്റിമസി വർക്ക് ചെയ്യുന്നതൊക്കെ ഫുഡിലൂടെയാണ്. യുനോ നമുക്കറിയാം, ഒരാള് നമുക്ക് മനസ്സറിഞ്ഞ് ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ അത് തരുന്ന ആൾക്കും ഒരുപോലെ മനസ്സും വയറും നിറയുമെന്ന് പറയും. അപ്പം മനുഷ്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വികാരങ്ങളിൽ ഒന്നാണ് സ്നേഹം, അതേപോലെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോംബോയിലൂടെയാണ്, ലവ് പ്ലസ് ഫുഡ് എന്നൊരു കോംബോയിലൂടെയാണ് ഈ മൂവിയിൽ ഇവരുടെ പ്രണയം പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതൊരു പ്രത്യക്ഷത്തിൽ ഇതൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവി എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു എന്താ പറയാ റൊമാൻറ്റിക് ത്രില്ലർ ആണ്. ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ അടുക്കും തോറും ഇതൊരു കംപ്ലീറ്റ്ലി ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു മൂവിയാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൂവിയാണ് സോൾട്ട് ആൻഡ് പെപ്പർ മലയാളത്തില്. അതില് ലാലും ശ്വേതാമേനോനും പ്ലേ ചെയ്തിട്ടുള്ള റോൾസ്, അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നത് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ്.
റെസിപ്പി ഒക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പൊ ഏകദേശം ആ ഒരു മോഡാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. പക്ഷെ ഒരിക്കലും സോൾട്ട് ആൻഡ് പേപ്പർ പോലെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇതിന്റെ ക്ലൈമാക്സ് എടുക്കും തോറും നമ്മൾ ഒരിക്കലും ഒരു പ്രേക്ഷകനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ക്ലൈമാക്സ് ആണ് ഈ മൂവിയിൽ അല്ലെങ്കിൽ ഈ മൂവിയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റുക. പിന്നെന്താ പറയാ, ഈ ഇപ്പോ 2019 ഇത് റിലീസായിട്ട് 2020 ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാൻ ഈ മൂവി കാണുന്നത്. അപ്പം അന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതിൽ കണ്ട ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു: ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു പ്രണയകഥ, അല്ലെങ്കിൽ ഇങ്ങനെയും പ്രണയിക്കാമോ. അല്ലെങ്കിൽ അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ദിസ് ഇസ് ദ മോസ്റ്റ് ഡിസ്റ്റർബ്ഡ് മൂവി ദാറ്റ് ഐ എവർ വാച്ച് എന്നുള്ളതാണ്. അപ്പൊ തന്നെ എനിക്ക് ലൈക്ക് നമ്മൾ കേൾക്കാത്തൊരു സാധനം എന്തോ ഉണ്ടല്ലോ ഇതിൽ എന്നുള്ളൊരു എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കോയിൻസിഡന്റ്ലി ആ വീക്കിൽ തന്നെ എനിക്ക് എന്റെ കസിൻ ആണ് ഈ മൂവി എനിക്ക് ഷെയർ ചെയ്ത് പറഞ്ഞത്, യു മസ്റ്റ് വാച്ച് ദിസ് ഫിലിം, കാരണം ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ ഇങ്ങനത്തെ ഒരു ജേണറൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റിനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മൂവി കണ്ടു. കണ്ടതിന് ശേഷം എന്താ പറയാ, ആ മൂവി അവസാനിച്ച് അല്ലെങ്കിൽ അത് അവസാനിക്കുമ്പോഴും ഐ വാസ് ലൈക്ക്, എനിക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ നടക്കുമോ, അതിപ്പോ എനിക്ക് വേണമെങ്കിൽ നടക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഇന്റർപ്രറ്റ് ചെയ്ത ഒരു മൂവിയാണ് ഇത്. ഇപ്പൊ ഈ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പോലും ഞാൻ ആ മൂവി റീവിസിറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അത് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മൂവി നമുക്ക് കാണാൻ തോന്നൂല. അതാണ് മൂവിയുടെ അത്ര മോശം അങ്ങനത്തെ അതുകൊണ്ടൊന്നല്ല. ആ മൂവി നമുക്ക് അത്രയും നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആക്കും. അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഈ ഇപ്പൊ എല്ലാരും കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസും നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഉണ്ട് അതില്. അതുകൊണ്ട് തന്നെ റീവിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ മൂവിയുടെ എല്ലാ സീൻ ബൈ സീനും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അതിന്റെ ആ ഒരു കംപ്ലീറ്റ് എസൻസ് എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ മൂവി ഡയറക്ടർ അത് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ആക്ടിങ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ മെയിൻ ലീഡ് വരുന്നത് നിർമാലി സൈക്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ റോള് പ്ലേ ചെയ്തിട്ടുള്ളത് ലിമ ദാസ് ആണ്. ഞാൻ തുടക്കത്തിൽ മെൻഷൻ ചെയ്തു ഫീമെയിൽ ആക്ട്രസിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര മനോഹരമായിട്ടുള്ള അഭിനയമായിരിക്കും അതിൽ കാഴ്ചവെച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ഒരു നിർമാലിയിലൂടെ പലതരത്തിലുള്ള ഇമോഷൻസ് ഈ ലിമ ദാസ് എന്ന് പറയുന്ന ആക്ട്രസ് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ലീഡായിട്ട് വരുന്നത് അർഗദീപ് ബാരിഷ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് സുമൻ എന്ന് പറയുന്ന നായക കഥാപാത്രം ചെയ്തിട്ടുള്ളത്. ഇവര് എങ്ങനെയെന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, കുട്ടിയുണ്ട്, ഇപ്പൊ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ലൗഡായിട്ട് പറയുന്നില്ലെങ്കിലും ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു സീനിലൂടെ നമുക്ക് അറിയാൻ പറ്റും ആള് അവളുടെ ദാമ്പത്യ ജീവിതത്തിലും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ ഹാപ്പി അല്ല എന്നുള്ളത്. പക്ഷെ ഡയറക്ടർ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം അതിങ്ങനെ സിനിമയിൽ ഉടനീളം അങ്ങനെ എന്താ പറയാ ഭയങ്കര ലൗഡായിട്ട് എടുത്ത് പറയണമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ചില സീനിൽ നമുക്കതിങ്ങനെ ഡയറക്ടർ നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ഒരു പ്രേക്ഷക നിലയിൽ നമുക്കതിങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ നിർമാലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് എന്താ പറയാ നഷ്ടപ്പെട്ടു പോയ ഒരു സെൽഫ് ഉണ്ട്, അല്ലെങ്കിൽ സ്നേഹം, പരിഗണന, എന്താ പറയാ ഫിസിക്കൽ നീഡ്സ് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്. ഇതൊക്കെ ഈ നിർമാലി കണ്ടെത്തുന്നത് അവളുടെ ഭർത്താവിൽ നിന്നല്ല, പകരം ഈ സുമൻ എന്ന് പറയുന്ന യുവ ചെറുപ്പക്കാരൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ശേഷം. തുടക്കത്തിൽ അവൾക്ക് അറിയാം ഇതൊരു ഫോർബിഡൻ ലവ് ആണെന്നും സൊസൈറ്റി ഒരിക്കലും ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും എല്ലാം അവൾക്ക് അറിയാം. അത് സൊസൈറ്റി ഇവരെ എങ്ങനെ ജഡ്ജ് ചെയ്യാന്നുള്ളതെല്ലാം ഇവൾക്ക് അറിയാം. ഇവളുടെ ഈ സ്റ്റാറ്റസിനും ചേർന്നതെല്ലാം എല്ലാതും അവൾക്ക് അറിയാം. ബട്ട് സ്റ്റിൽ അവൾ അവനെ പ്രണയിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിട്ട് ഗ്ലോറിഫൈ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പ്യൂറസ്റ്റ് ലവ് ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇതങ്ങനെ ഒരു എന്താ ഒരു അവിഹിതമായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത് അഭിനേതാക്കളുടെ കഴിവും അതേപോലെ ഇത് നരേറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയാ, ഈ ഇവര് തമ്മിലുള്ള ഇന്റിമസി അതിന്റെ ഒരു മെറ്റഫറായിട്ട് ആക്ട് ചെയ്യുന്നത് ഫുഡാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ മീറ്റ്,
ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഈ സുമൻ ഇതില് റിസർച്ച് ചെയ്യുന്നത് ആളുകളുടെ മാംസാഹാര രീതിയെ കുറിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവൻ റിസർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മീറ്റാണ് ഈ നായികയ്ക്ക് ഇവൻ കൈമാറുന്നത്. സ്വന്തമായിട്ട് കുക്ക് ചെയ്തു, സ്വന്തമായിട്ട് കളക്ട് ചെയ്ത് കുക്ക് ചെയ്തിട്ടാണ് ഷെയർ ചെയ്യുന്നത്. പലതരത്തിലുള്ള മീറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്കറിയുന്ന ചിക്കനോ ബീഫോ എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള മീറ്റും ഈ നായികയ്ക്ക് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നായികയ്ക്ക് ഭയങ്കര ഓക്കേഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ ആ ഒരു ഫുഡിനോട് നായിക എന്ത് ചെയ്യുന്നുണ്ട്, അഡിക്റ്റ് ആയി പോകുന്നുണ്ട്. അതുവരെയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവാണ്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇനി അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് ഞാൻ അതും കൂടി പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. അപ്പൊ നിങ്ങളത് മസ്റ്റ് വാച്ച് ചെയ്ത്, അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു മൂവി നിങ്ങൾ ഫീൽ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പം എന്താ പറയാ, നമ്മളിപ്പം ഒരു നല്ലൊരു കാമായിട്ടുള്ളൊരു കാട്, ആ കാട്ടിൽ ഭയങ്കര നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു അരുവി. ആ അരുവി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ആ ഒരു കാടും അല്ലെങ്കിൽ ആ ഒരു കാംനെസ്സും ആ ഒരു അരുവിയുടെ ആ ഓളത്തിന്റെ സൗണ്ടും. സച്ച് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ് അല്ലെ. പക്ഷെ അങ്ങനെ തുടങ്ങിയിരുന്ന ഒരു മൂവി അവസാനിക്കുന്നത് ഭ്രാന്തമായിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് അലയടിച്ച് ഇതാക്കുന്ന ഒരു വലിയൊരു കടലിലേക്കാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, കാരണം ആ ട്രാൻസ്ഫോർമേഷൻ എന്താന്നുള്ളത് നിങ്ങൾ അത് മൂവി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഈ മൂവി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം എല്ലാവർക്കും സിനിമ അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിനിമേനെ ആ ഒരു കറക്റ്റ് എസൻസിൽ അറിയാൻ താല്പര്യം ഇല്ലാത്തവരും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ യാതൊരു മുൻവിധി ഇല്ലാണ്ട് ഈ സിനിമകൾ കണ്ടു കഴിഞ്ഞാല് എന്താ പറയാ, നിങ്ങൾ ആ ക്ലൈമാക്സ് വരെ നിങ്ങൾ ഇരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഭയങ്കര ഫിലിം ഹോളിക്ക് ആവണമെന്നൊന്നുമില്ല. ആ നിർമാലി എന്ന ക്യാരക്ടർ നിങ്ങളാന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ക്ലൈമാക്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യും, ആ സിനിമ അവിടെ കൊണ്ട് എത്തിക്കും. നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പ്യൂർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേ ബി ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഇതില് മീറ്റ് ആണല്ലോ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നിർമാലിയും സുമനും അവരുടെ പ്രണയം ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ പ്രണയം പോർട്രേറ്റ് ചെയ്യാന് ഈ ഡയറക്ടർ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റഫർ എന്ന് പറയുന്നത് ഫുഡാണ്, പ്രത്യേകിച്ച് മീറ്റ് ആണ്. അപ്പൊ ഈ മീറ്റ് കുക്ക് ചെയ്യുന്നതും അതേപോലെ അത് എന്താ പറയാ കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ഈ ഫിലിമില്. അപ്പോൾ പ്യൂർ വെജിറ്റേറിയൻസിനായിട്ടുള്ള ആളുകൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമല്ല, ഞാൻ ഈ മൂവിയുടെ റിവ്യൂ അല്ലെങ്കിൽ റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോൾ പലരും കമന്റ് ചെയ്തൊരു കാര്യമാണത്. ഈവൻ നോൺ വെജിറ്റേറിയൻസിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. പിന്നെ നിങ്ങൾ മൂവി കാണുന്ന സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ മൂവി കാണരുത്. ഇങ്ങനെയൊക്കെ ഞാൻ ഹിന്റ് തരുന്നത് ഈ മൂവിനെ നിങ്ങൾ 101% ഇൻവോൾവ് ചെയ്ത് ഫീൽ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ മൂവി കാണരുത്. നിങ്ങൾ വിചാരിക്കണ പോലെ ഇതൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവി അല്ല, അല്ലെങ്കിൽ ഇതൊരു ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഫിലിമും അല്ല. നമുക്കറിയാം മനുഷ്യൻ ഒരുപാട് വികാരങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി നമുക്ക് മുന്നിൽ വെക്കുന്ന കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ മുന്നിൽ ഈ നിർമാലി എന്ന അല്ലെങ്കിൽ സുമൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ പോലെ ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ എന്താ പറയാ വികാരങ്ങളൊക്കെ ഈ സൊസൈറ്റി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എതിരെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അടിച്ചമർത്തി അല്ലെങ്കിൽ അമർത്തി വെക്കുന്നുണ്ട് പുറത്തോട്ട് കാണിക്കാണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റില് ഈ കാണുന്ന സ്റ്റീരിയോ ടൈപ്സ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റീനെ എതിർത്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ പോലും നമ്മുടെ സ്വന്തം കൺട്രോളിൽ പോലും നിൽക്കാതെ ഈ വികാരങ്ങളും ആഗ്രഹങ്ങളും പുറത്തേക്ക് കടക്കുമ്പോൾ അത് നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും ഭയാനകമാക്കി തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് ഈ ആമിസ് എന്ന് പറയുന്ന മൂവി. 2020 ഞാൻ ഈ മൂവി കാണുന്ന സമയത്ത് ഐ വാസ് ജസ്റ്റ് 18 years old. ഇപ്പൊ എനിക്ക് 23 വയസ്സ്. അപ്പൊ ഈ 5 വർഷത്തിന് ശേഷം ഇപ്പൊ ഞാൻ ആ മൂവിനെ റീകോൾ ചെയ്യുന്ന സമയത്ത് അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് എനിക്ക് ആ മൂവിനെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ആ ഒരു എസൻസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ പക്ഷെ മാറ്റമില്ലാതെ തുടരുന്നത് ഒറ്റ കാര്യമാണ്. അന്ന് ആ മൂവി കണ്ടതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നിർമാലിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ പ്ലേസിൽ ഞാനായിരുന്നെങ്കിൽ ആ ഒരു സ്ത്രീനെ പോലെ ഞാൻ ബിഹേവ് ചെയ്യായിരുന്നോ എന്നുള്ളത് അന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. സർപ്രൈസിംഗ്ലി ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അതിന് ഉത്തരമില്ല. കാരണം മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒട്ടും സ്ഥിരതയില്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. അതിന് പലതും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ചിരിച്ച് എന്താ പറയാ
സ്നേഹിച്ച് കാണുന്ന മുഖങ്ങളെ ഭയങ്കര വികൃതമാക്കി തീർക്കാനൊക്കെ ഈ പറയുന്ന വികാരങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഷോട്ട് ഉണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ആ സിനിമ അവസാനിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് നായകനും നായികയും സുമനും നിർമ്മലയും കൈകൾ കോർത്ത് നിർത്തുന്ന ഒരു കൈകൾ കോർത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സീനാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു റൊമാൻറ്റിക് മൂവിയാണ്, നായകൻ കൈ പിടിച്ച് നിൽക്കും, ഇറ്റ്സ് എ ക്വൈറ്റ് നാച്ചുറൽ ഷോട്ട് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ആ സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ അവസാനിക്കുന്ന ആ ഒരു ഷോട്ടില് ഇവരെ ആ കൈ പിടിച്ചു നിൽക്കണതിൽ ആ ഷോട്ടിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സീനിന്റെ ആ ഒരു പ്രസക്തി എന്താന്നുള്ളത്. അപ്പം നിർമാലിയും സുമനും തമ്മിലുള്ള ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ലവിൽ നിന്നും അവസാനിക്കുന്നത് ആ ഒരു പ്രണയത്തിന് അടിമപ്പെടുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ പ്രണയം ഒരു ലഹരിയായിട്ട് ഒരുതരം ഒബ്സെഷൻ ആവുകയാണ് പ്രണയത്തോട്, അല്ലെങ്കിൽ എന്താ പറയാ പ്രണയിക്കുന്ന ആളോട് ഒരു ഒബ്സെഷൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു, അല്ലെ പ്രണയത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഏത് തലം വരെ പോകുന്നു എന്നൊക്കെയുള്ള കാണിക്കുന്ന ഒരു മൂവി. പക്ഷെ നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് ഈ സിനിമയെ കുറിച്ച് കേട്ടവരുണ്ടായിരിക്കാം, പക്ഷെ ഒരു ക്ലൂ ഇല്ലാത്തവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും ഈ മൂവി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അത് കണ്ട് തന്നെ അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണമെന്നുണ്ട്. അതുകൊണ്ട് ഇത് മറ്റേ യൂട്യൂബിൽ ഇതിന്റെ ഹിന്ദി വേർഷൻ അവൈലബിൾ ആണ്. പിന്നെ സോണി എക്സ്ട്രീം പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് പലരും അഭിപ്രായപ്പെട്ടൊരു കാര്യം, നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ഇത് കണ്ടിരിക്കണം. ഒരു തവണ കാണാൻ തന്നെ ഞാനും പ്രിഫർ ചെയ്യുന്നുള്ളൂ. കാരണം രണ്ടാമതൊരു തവണ എന്തായാലും നമ്മുടെ മൈൻഡ് അത് കാണാൻ നമുക്ക് പ്രിപ്പയർഡ് ആവത്തില്ല. കാരണം ഒരു തവണ കണ്ടാൽ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് വരാനും അല്ലെങ്കിൽ അത് തരുന്ന ഒരുപാട് റിയലൈസേഷനിൽ നിന്നും നമുക്ക് എന്താ പറയാ ഒരുപാട് ചോദ്യങ്ങൾ തന്നെ നമ്മളിങ്ങനെ അലയട്ടിക്കൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ, നമ്മൾ ശരിക്കും ഇങ്ങനെയാവോ, ഇങ്ങനെയൊക്കെ നടക്കുവോ, നമുക്ക് ചുറ്റും ഇങ്ങനെയൊക്കെ നടക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിർത്തുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഒരു തവണ കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ കാണൂല, പക്ഷെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ മൂവി മൈൻഡിൽ നിന്ന് പോകത്തില്ല. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മൂവി. കൂടുതൽ സ്റ്റോറി ഞാൻ പറയുന്നില്ല, ഞാൻ കുറച്ച് ഹിൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് അത് ഫീൽ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യണം. കാരണം പിന്നെ ഈ ഒരു ലിറ്റററി ലൈൻസ് എന്നൊരു പ്ലാറ്റ്ഫോം എന്താ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ ചാൻസ് വരുമ്പോൾ ഞാൻ എന്തായാലും മൂവി ആയിരിക്കും പറയുക, അല്ലെങ്കിൽ ആ മൂവി എന്തായാലും ആമീസ് ആയിരിക്കും എന്നുള്ളത് ഞാൻ എന്നെ തീരുമാനിച്ചു വെച്ചൊരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ ബാക്ക് ടു 5 years ആ ഒരു പുറകോട്ട് സഞ്ചരിക്കാൻ എനിക്ക് പറ്റി. അന്ന് ആ മൂവി കണ്ടപ്പോഴുള്ള എന്റെ ആ ഒരു 18 വയസ്സുകാരി ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളും ഇന്ന് 23 വയസ്സുകാരി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ആമീസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാർക്കും ഇത് കാണാൻ പറ്റും. കാരണം നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് കഥകളൊക്കെ നമുക്ക് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരും. അത് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്നു. അതേപോലെയാണ് ആമീസ് എന്ന മൂവി തന്നെ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഹിന്ദി വേർഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആമീസ്. താങ്ക് യു സോ മച്ച്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അനഘ, വളരെ നൈസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു റിവ്യൂല് നമ്മൾ എന്തുമാത്രം ഇമോഷണലി ഒരു സാധനത്തെ, ഒരു വസ്തു, ഇപ്പൊ എന്തായാലും ബുക്ക് ആയിക്കോട്ടെ, ഒരു മൂവി ആയിക്കോട്ടെ, വാട്ടെവർ, അതിനെ ഒരു ഇമോഷണലി നമ്മൾ എങ്ങനെ വായിച്ചു അല്ലെങ്കിൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അത് ആ ഒരു രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കേൾക്കുന്നവർക്ക് നീ ഒരുപാട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഒരാൾ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളരെ മനസ്സെന്ന് പറയുമ്പോൾ അത് കണ്ടേക്കാം എന്ന് തോന്നൽ വരും. അപ്പൊ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി നൈസ്, ഒരു എക്സലന്റ് ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നെറേറ്റ് ചെയ്തു. നമ്മുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് അത് നെറേറ്റ് ചെയ്തു. വളരെ രസമുണ്ടായിരുന്നു കേൾക്കാൻ. വളരെ വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. ദെൻ ഞാൻ മറ്റുള്ളവരെ ഫീഡ്ബാക്കിന് ക്ഷണിക്കുകയാണ്. ഈ റിവ്യൂ നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിച്ചതെന്ന് പറയാൻ ഓരോരുത്തർക്കും ചാൻസ് നൽകുകയാണ്. അപ്പൊ ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഹലോ അനഘ. അനഘ വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ആസ് എ റിവ്യൂ ഞാൻ വിചാരിക്കുന്നത്, ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കഥ മുഴുവനായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകുന്നതിന് പകരം, ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഹിന്റ് ഇട്ട് കൊടുത്തിട്ട് അത് കേൾക്കുന്നവർക്ക് ഒരു പ്രേരണ ഉണ്ടാവില്ലേ, ആ ഒരു സിനിമ കാണണം അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എനിക്ക് വായിക്കണം എന്നൊരു പ്രേരണ തോന്നുന്നതായിരിക്കണം
ഒരു റിവ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനഘ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനഘ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എനിക്ക് റിവ്യൂ കേട്ടപ്പോൾ തോന്നിയത് എന്താ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയകഥ അല്ലേ, റൊമാൻറ്റിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എന്തോ അതിലെന്തോ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പുതുമയുള്ള എന്തോ ഒരു ത്രെഡ് ഉണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിന്തുടരുന്ന നമ്മളെ ഹോണ്ട് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടറുള്ള ഒരു സിനിമയാണെന്നും തോന്നി. എന്തായാലും അനഘ അത് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ അനഘനെ ആ ഫിലിം എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കാം. ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ആമിസ് എന്ന് പറയുന്ന ഒരു മൂവി ഒരു പുതുമയുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് തോന്നുന്നു. എന്തായാലും അനഘ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു അനഘ. താങ്ക് യു അന. അനഘ, യെസ് സർ. ഇത് എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണഗതിയിൽ ഞാൻ ഫിലിം റിവ്യൂ അങ്ങൊന്നും കാണാറില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇന്നലെ റിലീസായ ഒരു ഫിലിമിന് ഇന്നും ആളുകൾ റിവ്യൂ പറയുമല്ലോ, ആ ഫിലിം കാണാൻ വേണ്ടിയുള്ള പ്രേരണ. അപ്പൊ അതേപോലെ ഇന്നലെ നീ കണ്ടൊരു ഫിലിം, ഇന്നലെ റിലീസായ ഒരു ഫിലിമിനെ പറ്റി ഒരാള് എത്രയോ 5 വർഷം മുന്നേ റിലീസായ ഫിലിം ആണെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇന്നലെ റിലീസായ ഒരു ഫിലിമിനെ പറ്റി മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ നിർബന്ധമായി കണ്ടിരിക്കും, മസ്റ്റ് വാച്ച് എന്ന രീതിയിലുള്ള ഒരു ഫിലിമിനെ പറ്റി ആളുകൾ റീസെന്റ് ആയിട്ടൊക്കെ റിവ്യൂ പറയാറുണ്ടല്ലോ. അതേ ഒരു ഫീലിംഗ് ഇപ്പൊ നീ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ 19 ആള്, ഇപ്പൊ നമ്മൾ കാണുമ്പോൾ 19 ആള് ജോയിന്റ് ആയിരുന്നു. അപ്പോ ഈ 19 പേരും എന്തായാലും കാണണം, അത് കണ്ടിരിക്കും എന്ന രീതിയിലുള്ള എന്തായാലും റിവ്യൂ കേട്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു 99% ആളുകളും എന്തായാലും ഈ ഫിലിമിനെ പറ്റി സെർച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രമാത്രം അമേസിംഗ്ലി യു പ്രസന്റഡ്. അപ്പൊ ഒരു സാധാരണ നമ്മൾ യൂട്യൂബിലെ കാണുന്ന അതേ റിവ്യൂവിന്റെ അതേ ഫോർമാറ്റിൽ മുഴുവൻ കഥ പറയാതെ ആളുകളുടെ ഈ മുൾമുനയിൽ ഇനി നിങ്ങൾ കാണണം. ഒന്നെങ്കിൽ അതിൽ അഭിനയിച്ച ആരോ ഒരാള്, അല്ലെങ്കിൽ അത് ഡയറക്ട് ചെയ്ത ആരോ ഒരാള്, അവർ പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് നീ നിന്റെ ഒരു സ്വന്തം ഫിലിം പോലെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് അതേപോലെ നീ പ്രസന്റ് ചെയ്തത്. എന്തായാലും എല്ലാവരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. അനഘ വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ആദ്യം തന്നെ താങ്ക് യു പറയാണ്. പിന്നെന്താ വെച്ചാൽ ഞാൻ ഈ ഫിലിം കണ്ടിട്ടില്ല, പക്ഷെ ഈ ഫിലിമിന്റെ ഫുൾ സ്റ്റോറി എനിക്കറിയാം. അതും പറഞ്ഞു തന്നിട്ടുള്ള അനഘ തന്നെയാണ്. അനഘ മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സ്റ്റോറി. പക്ഷെ അന്ന് പറഞ്ഞു തന്ന സമയത്ത് അന്നും പറഞ്ഞത് ഇത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. പിന്നെ ഓൾറെഡി എനിക്ക് ഫുൾ സ്റ്റോറി അറിയാം, നീ പറഞ്ഞു തന്നിട്ട് തന്നെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അത്രയും എന്താ പറയാ, ആ നന്നായിട്ടാണ് പ്രസന്റ് ചെയ്തത്. ആ സ്റ്റോറി ഒരിക്കലും എന്താ പറയാ ഫുള്ളായിട്ട് റിവീൽ ചെയ്യാണ്ട് അവിടെ ഇവിടെ ഹിന്റ് ഇട്ടിട്ട് എല്ലാരും കണ്ടിരിക്കണം. ഇപ്പൊ എനിക്ക് സ്റ്റോറി അറിയണോണ്ട് എന്താ ഞാൻ ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോറി, ഇങ്ങനെയാണ് ക്ലൈമാക്സ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ആ എന്താ പറയാ ഓരോ ഷോട്ടും ബ്യൂട്ടിഫുള്ളി ആണ് പറഞ്ഞു തന്നത്. ഭയങ്കര എന്താ പറയാ ഓരോ ഷോട്ടും നമുക്കിങ്ങനെ ഇപ്പൊ സ്റ്റോറി അറിയുമെങ്കിൽ പോലും എനിക്കത് കാണാൻ തോന്നിപ്പിച്ചു. അത്രയും നന്നായിട്ടാണ് പ്രസന്റ് ചെയ്തത്. പിന്നെ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ട ഒരു ഫിലിം തന്നെയാണ്. പക്ഷെ ആരും കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഒരു വേറെ ഒരു ഭാഷയിലുള്ള മൂവി ആയിരിക്കുമ്പോൾ ആരും അത്ര എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ കാണാൻ ശ്രമിക്കില്ല. പക്ഷെ നീ ആ പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, ആ ഒരു വേ ഉണ്ടല്ലോ, അതെല്ലാരും എന്താ പറയാ കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ഈവൻ എന്നെ പോലും അന്ന് പറഞ്ഞു തന്ന സമയത്ത് എനിക്ക് അങ്ങനെ കാണണ്ടാന്ന് തോന്നിയൊരു മൂവിയായിരുന്നു. ആ കഥ ഫുള്ള് കേട്ടപ്പോ എനിക്ക് കാണണ്ടാ തോന്നിയൊരു മൂവിയായിരുന്നു. പക്ഷെ ഇന്ന് നീ പ്രസന്റ് ചെയ്തപ്പോ എനിക്കതെന്തോ കാണണം, അങ്ങനെ ഒരു ഫീൽ വന്നു. എന്തായാലും താങ്ക് യു അനഘ. എല്ലാവരും നന്നായി എന്നെ എൻജോയ് ചെയ്തു. ഇപ്പോ സത്യം പറഞ്ഞാൽ എന്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല. പക്ഷെ അത് ഞാൻ ആ ചാർജ് ഇല്ലാഞ്ഞിട്ട് കൂടി ഞാനത് ഫുള്ളായി കേട്ടിരുന്നു. അത്രയും നന്നായിട്ടാണ് അത് പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കണം ഒരു റിവ്യൂ വേണ്ടത്, അല്ലാതെ ഫുൾ സ്റ്റോറി പറഞ്ഞ് ആ ഒരു കാണാൻ ഒരു മടുപ്പ് തോന്നിപ്പിക്കാണ്ട്. ശരിക്കും നീ ഫുൾ സ്റ്റോറി പറഞ്ഞാൽ ഈ 19 ആളും കാണണമെന്നില്ല. ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാരും കാണണമെന്നില്ല. കാരണം എല്ലാരും ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മൂവിയാണ്. പക്ഷെ ആ ഹിന്റ് ഇട്ട് പറഞ്ഞ കാരണം തന്നെ എല്ലാവർക്കും എന്തുകൊണ്ടായിരിക്കും ആ ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവിന്ന് മാറി അതൊരു ത്രില്ലർ ആയത്. ആ ഒരു ഇത് എന്തായാലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് അനഘ. താങ്ക് യു നന്ദന.
ഹായ് ഓൾ, കേൾക്കുന്നുണ്ടോ? യെസ്. അനഘ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. നല്ല ഇഷ്ടമായി കേട്ടപ്പോ. ഞാനിത് ഒരുപാട് കാലത്തിന്റെ ശേഷമാണ് ശരിക്കും ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ കുറെ കാലത്തിന്റെ ശേഷമാണ് ഒരു സിനിമയൊക്കെ തന്നെ കേൾക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഞാൻ ആദ്യം കരുതിയത് അനഘ എന്തോന്ന് മൂവി ഒക്കെ പറയണം, അപ്പം ഒരു ശരിക്കും ഇങ്ങനെ റൊമാൻറ്റിക് മൂവി ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇപ്പൊ ഏതായാലും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് റൊമാൻറ്റിക് മൂവിയാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പം എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ ഇതെന്താ ഇങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ശരിക്കും. അതായത് കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മള് സാധാരണ മൂവീസ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ മൂവി കാണാത്ത ആളാണ്. പണ്ട് ഞാന് മറ്റേ ഹമാരി അധൂരി കഹാനി എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഇതേപോലെ വിദ്യാബാലൻ ഒരു കുട്ടിയുണ്ട്, ഇമ്രാൻ ഹാഷ്മിയാണ് നടൻ. അവരെ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി. അതായത് അവളെ ഹസ്ബൻഡ് ഇല്ലാത്തൊരു സമയമാണ്, അതായത് ജയിലിലാണ്. പക്ഷെ അത് അവൾ അറിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ലവ് ആവുന്നത്, അത് നമുക്ക് ശരിക്കും തോന്നുന്ന ഇമ്രാൻ ഹാഷ്മിനെ ശരിക്കും അവളുടെ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു മൂവിയാണ്. ലാസ്റ്റ് ആയാലും ഇമ്രാൻ ഹാഷ്മി മരിക്കണമുണ്ട്. അപ്പൊ അത് ശരിക്കും ഞാനത് അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സിനിമ എനിക്ക് ശരിക്കും ഇത് കേട്ടപ്പം തോന്നിയത്. പിന്നെ ഇതില് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഏതായാലും കാണാൻ വളരെ ആഗ്രഹം തോന്നുന്നുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു മൂവിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് പറയാന്നൊക്കെ വിചാരിച്ചത്. കുറെ ടൈം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ, അങ്ങനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു അനഘ. താങ്ക് യു ഷാനി. വേറെ ആരെങ്കിലും റിവ്യൂ പറയുന്നുണ്ടോ ഇനി? സർ വേറെ ആരും റിവ്യൂ ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഡീഷണലി പറയാനുണ്ടോ? ഇല്ല, എല്ലാവരുടെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് കണ്ട് ഇഷ്ടപ്പെട്ടൊരു മൂവി ബാക്കിയുള്ളവർക്ക് കാണാൻ സജസ്റ്റ് ചെയ്തിട്ട്, ഞാനിത് കണ്ട സമയത്ത് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നില്ല. കാരണം ഇപ്പം നന്ദന പറഞ്ഞല്ലോ, അവൾക്ക് ഫുൾ സ്റ്റോറി പറഞ്ഞു കൊടുത്തത് കാരണം അവൾ അത് കാണില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനത്തെ ഒരു മൂവിയാണല്ലോ അത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റാൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറ്റുന്നവരെല്ലാവരും മാക്സിമം ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് എന്തായാലും ഗ്രൂപ്പിൽ ഇട്ട് തരാം. ആ മൂവിന്റെ താല്പര്യമുള്ള എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം. താങ്ക് യു. അപ്പോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. ദെൻ അനഘ താങ്ക് യു. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.